എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നേരത്തെ വണ്ടിയൊക്കെ ഫ്രീ ആയിരുന്നു, നമുക്ക് പോവുകയൊക്കെ ചെയ്യാമായിരുന്നല്ലോ. ഇപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം മുതൽ എല്ലാവരും പറഞ്ഞു ഫ്രീ ഇല്ല, നമ്മൾ പിങ്ക് കാർഡ് ഉണ്ടാക്കിയാലേ ഇനി തൊട്ട് നമുക്ക് ബസ്സിൽ കയറാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ കാരണം ഞാൻ ഇന്ന് രാവിലെ കുഞ്ഞുമൊക്കെ ആയിട്ട് രാവിലെ ഇങ്ങനെ പറഞ്ഞു ചെന്നപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡിപ്പോയിലാണ്, ബസ്സിൻ്റെ ഡിപ്പോയിൽ ചെല്ലണം, ഡിപ്പോയിൽ ചെന്നാൽ മതി, അവിടെ അവരുണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കേട്ടോണ്ട് പോയി അവിടെ ചെന്ന് ഒത്തിരി ആളുകളായിരുന്നു. 2 മാസം കൊണ്ട് ഇപ്പം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഒത്തിരി ജൂൺ ലാസ്റ്റ് വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ജൂൺ ലാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പിങ്ക് കാർഡ് ഉള്ളവർക്കേ നമുക്ക് ഈ വണ്ടിയെ കയറാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഡൽഹി സ്ഥിരമായിട്ട് താമസിച്ച് ഇവിടുത്തെ ID പ്രൂഫ് ഉള്ളവർക്ക് പിന്നെ ആധാർ ഉള്ളവർക്കേ ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. ഇപ്പോൾ അടുത്ത സ്റ്റേറ്റ് UP-യിലെ അങ്ങനെ ഒന്നുമുള്ള സ്ഥലത്തൊന്നിലെ ആധാറാണെങ്കിൽ പറ്റത്തില്ല. നമ്മുടെ ഡൽഹിക്കകത്ത് തന്നെയുള്ള പിന്നെ ആധാർ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എൻ്റെ ആധാർ ഇവിടുത്തേതാണ്. അപ്പം ഞാനിങ്ങനെ മോളെടുത്തില്ല, ഞാൻ തന്നെ ചെന്നതിൻ്റെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ശരിയാ അവർ ഇങ്ങനെ. അപ്പോൾ ആധാർ മേടിച്ചു നമ്മൾ ലൈനിൽ നിന്നു. രാവിലെ 9 മണിക്ക് പോയതാണ്, ലൈനിൽ ചെന്ന് നിന്നിട്ട് അവർ നമുക്ക് ആധാർ ഇതെല്ലാം ആദ്യം നമുക്ക് ടോക്കൺ തന്നിട്ട് നമ്മളകത്ത് കയറി നമ്മുടെ ആധാറിൽ നമ്മൾ മൊബൈൽ മേടിച്ചിട്ട് നമുക്കൊരു OTP വരും. അത് വന്നാലുടനെ നമ്മുടെ കാർഡുമായിട്ട് ലിങ്കായിട്ട് നമുക്കൊരു കാർഡ് തരും. അപ്പം ഞാനിതിപ്പം പറയാൻ കാരണം നമ്മുടെ നാട്ടിലും ഇങ്ങനെ പറഞ്ഞില്ലയോ, ഇനിയും തൊട്ട് സ്ത്രീകൾക്കെല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞില്ലയോ. അപ്പം നാട്ടിലും പറയുന്ന കേട്ടോ ഇനിയും പിങ്ക് കാർഡ് ഉണ്ടാക്കി അതിൽ സ്ത്രീകൾക്ക് ഉള്ളെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടു. അപ്പം വേണ്ടി ഇതാ കാർഡ് കണ്ടോ, ഇതാ ഇവിടുത്തെ പിങ്ക് കാർഡ്, അതിൻ്റെ പുറകെ കണ്ടോ ഇത്. അപ്പം നമ്മൾ ഇനിയും തൊട്ട് ഈ ഏത് ബസ്സിൽ നമ്മൾ കയറിയാലും ഈ കാർഡ് നമുക്ക് കാണിക്കാതെ അവർ നമ്മളെ കയറ്റത്തില്ല. അപ്പോൾ ഒരു കാര്യം ഉണ്ടായി, ഇപ്പം ഈ ഡൽഹി തന്നെ വന്ന് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടുത്തെ തന്നെ ഉണ്ടല്ലോ പ്രൂഫൊക്കെ. അപ്പം അങ്ങനെയുള്ളവർക്ക് പോവാം. അല്ലാതെ ഇപ്പോൾ അടുത്ത സ്റ്റേറ്റിൽ നിന്നുണ്ടാക്കിയാലും അവർക്കൊന്നും ആധാർ പോത്തില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പണ്ടൊക്കെയുള്ള നമുക്കിപ്പം ഒത്തിരിയും വർഷം, ഞാനൊക്കെ ഏകദേശം ഇതൊരു 25 വർഷത്തിന് മുമ്പേ എടുത്ത ആധാർ കാർഡ്, അതിലൊന്നും അന്ന് ഫോൺ നമ്പർ നമ്മൾ ഒന്നും ഇല്ലായിരുന്നു, കൊടുത്തിട്ടുമില്ലായിരുന്നു. പക്ഷേ ഫോൺ നമ്പർ പിന്നെ നമ്മൾ ആഡ് ചെയ്യിക്കുമായിരുന്നു. ഇപ്പം പക്ഷേ ഒരു കാര്യമുണ്ട്, ചിലർക്ക് എൻ്റെ കൂടെ വന്ന ആളിനെ കൂടെ ഒരാളും കൂടെ ഞങ്ങൾ 2 പേരും കൂടെ പോയി, പക്ഷെ അവർക്ക് കിട്ടിയില്ല. കിട്ടാൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ അവരുടെ നമ്പറുള്ളത് ആധാറിലുള്ള നേരത്തെ ഒരു നമ്പറായിരുന്നു പറഞ്ഞത്. അപ്പോൾ OTP പോകുന്നുണ്ടെങ്കിൽ ആദ്യയിലോട്ടാണ് പോകുന്നത്. അത് അവർക്കിപ്പോൾ ഓർമ്മയില്ല ഏത് നമ്പറായിരുന്നു. അപ്പോൾ ഇവരെ എഴുതി തന്നു ഈ 74 എന്ന് പറയുന്ന ഒരു ലാസ്റ്റുള്ള നമ്പറിലേക്ക് OTP പോകുന്നത് നിങ്ങളുടെ ഇതിൽ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടി, അവർക്ക് കിട്ടിയില്ല, ഇനി പോകുന്നു. അത് കഴിഞ്ഞ് ഇനി പിന്നെ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഡൽഹിയിലെ തന്നെയാണല്ലോ വോട്ടർ ID, അത് ഈ ആധാർ, അത് കാരണം നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ നമ്പർ ഒന്ന് ആഡ് ചെയ്തിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ തരാം എന്നും 1 മാസം കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, ജൂൺ വരെ ഉണ്ടെന്ന്. അപ്പം അങ്ങനത്തെ ഒരു നിയമം വന്നു. അപ്പം ഞാനിത് പറയാൻ കാരണം ഇപ്പം ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ കൂട്ടി ഇവിടെ ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ മറ്റേ ഏത് വണ്ടിക്ക് വേണമെങ്കിലും നമുക്ക് ഒന്നും അറിയണ്ട, നമുക്ക് ഏകദേശം ഒരു 4 വർഷം കൊണ്ട് നമ്മൾ ഫ്രീയിലാണ്. എവിടോട്ടെങ്കിലും ഒന്ന് പോകണമെങ്കിൽ നമുക്ക് കിട്ടുന്ന വണ്ടിക്ക് കയറിപ്പോയി. എനിക്ക് തോന്നുന്നു അതിവർ നിർത്തലാക്കിയത് ഇപ്പം ഇവിടെ ഉള്ള നമ്മുടെ നാട്ടിലേൻ്റെ കൂടെ അല്ലല്ലോ ഈ ഹിന്ദിക്കാരെന്ന് പറയുന്നവർ കൊച്ചുകുട്ടികളും എല്ലാവരുമായിട്ട് ഇവർ രാവിലെ വല്ല പാർക്കിലൊക്കെ കറങ്ങാനൊക്കെ പോകണമെങ്കിൽ കിട്ടുന്ന വണ്ടിക്ക് കയറി അങ്ങ് പോകാമല്ലോ. ഇപ്പം അങ്ങനെയൊക്കെ ആയപ്പം ഭയങ്കര ഇതായിട്ട് ഇപ്പം ഇവരൊരു നിയമം വെച്ച് ഇപ്പോഴത്തെ ഒരു നിയമം വെച്ചിട്ട് അവർ ഇങ്ങനെ ആക്കിയിട്ട് ഇനി ഈ കാർഡുള്ളവർക്ക് മാത്രമേ ബസ്സിൽ കയറാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് കയറാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ കയറാൻ പൈസ കൊടുക്കണം, അല്ലാതെ ഇതുള്ളവർക്ക് നമുക്ക് ഫ്രീ കയറാം. അങ്ങനെ ഒരു നിയമം ഇപ്പം വന്നപ്പോൾ നാട്ടിൽ ഇങ്ങനെ വന്നില്ലേ. ഞാൻ അന്നേരം ഇന്നിത് എടുക്കാൻ പോയി, കിട്ടിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ഇടാമല്ലോ എന്ന്. അങ്ങനെ ഉള്ള എനിക്കറിയത്തില്ല, ഞങ്ങൾ 2 മാസം നാട്ടിലായിരുന്നു. നമ്മളിവിടെ വന്ന് വണ്ടിയെ കയറാനിപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ അതിൽ സൈഡിലുള്ള എല്ലാ ഇന്ത്യക്കാർ പറഞ്ഞു
ഇനിയും തൊട്ട് ഇങ്ങനെ വണ്ടിയെ കയറാൻ പറ്റത്തില്ല, ഇങ്ങനെ കാർഡുണ്ടല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇന്ന് പോയി നമ്മൾ ഏതായാലും ശരിയാക്കി. ഇവിടെയുള്ള മലയാളികളൊക്കെ ഇപ്പം നമുക്കിത് ദിവസം ഡ്യൂട്ടിക്ക് പോകുന്നവർക്ക് ആവശ്യമുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്നില്ലല്ലോ. എന്നാലും നമുക്കൊരു അമ്പലങ്ങളിലോ എവിടോട്ടെങ്കിലും പോകണമെങ്കിൽ ജസ്റ്റ് ഒരു കാർഡുണ്ടെങ്കിൽ നമുക്കൊന്ന് കയറിപ്പോയി. ഇപ്പം ഞാൻ മോളെ എടുത്തിട്ടില്ല, അവളോടും പറഞ്ഞു പോയി ഒന്ന് എടുക്കാൻ. ഈ മാസം 30-ാം തീയതി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഇതുപോലെ തന്നെ ഇനി നാട്ടിലും വരികയില്ലേ കാർഡൊക്കെ. എന്തെല്ലാം നിയമങ്ങളും കാര്യങ്ങളും ഓരോ വർഷം ചെല്ലുന്തോറും എന്തെല്ലാങ്ങളാണ്. ഈ വർഷം ചെയ്യുന്നതൊന്നും അല്ലായിരിക്കും അടുത്ത വർഷം. അപ്പം പിന്നെ ഒരു കാർഡ് അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് വെളിയിലോട്ടങ്ങനെ ഒന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് പോകണമെങ്കിൽ നമുക്ക് ഇതുണ്ടെങ്കിൽ പോകാമല്ലോ. പൈസ നമുക്ക് വേണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ എല്ലാത്തിനും ചിലവില്ലേ. അന്നേരം പൈസ ഇല്ലെങ്കിലും നമുക്ക് പോകാമല്ലോ. അതിനുവേണ്ടി ഞാൻ എടുത്തന്നേ ഉള്ളൂ ഇത്. അപ്പം നിങ്ങളോട് ഇതൊരു വീഡിയോ ആയിട്ട് ഇട്ട് ഞാനൊന്ന് പറഞ്ഞതന്നേ ഉള്ളൂ.